ചെന്നക്കുട്ടിയെ ഈ ചായക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ സ്വാദില്ല. കുറച്ച് മധുരം ഇട്ടു. എന്തോടി ഇതിനകത്ത് പറഞ്ഞത്? എനിക്ക് സൗകര്യമുള്ളിടത്ത് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത് കണ്ട ഉണ്ടാ അതിന്റെ അകത്ത്? ഇല്ലേ, കൊണ്ടോ നോക്ക്. ഉണ്ടാ? അല്ല, ഇല്ലെങ്കിൽ പറഞ്ഞാ പോലും വാങ്ങിച്ചു തരുമല്ലേ. എല്ലാം പറഞ്ഞല്ലേ ചെയ്യുള്ള, അല്ലാതെ ഇവിടെ ഒന്നൊന്നും നോക്കൂലേ. എല്ലാം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയണം. അത് വാങ്ങിച്ചോണ്ടോ, ഇത് വാങ്ങിച്ചോണ്ടോ. ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. നീ രാവിലെ ജോലി ചെയ്യണടി? ഇല്ല, ഞാൻ ഇവിടെ കുളിച്ചോണ്ടിരിക്കണം. എന്ത്? അല്ല, ഞാൻ രാവിലെ റൂമിൽ നോക്കിയപ്പോ കണ്ടില്ല. നിങ്ങൾ എണീക്കുമ്പോ ഞാൻ അവിടെ നിൽക്കണോ നിങ്ങൾക്ക് കണി കാണാനായിട്ട്? എപ്പോ എണീറ്റേ? 7 മണിക്ക്. 7 മണിക്കാ? അല്ല, 8:30. നല്ല ബെസ്റ്റ് സമയം എണീറ്റ് വരണം. ആ സ്പൂൺ എടു. ഇപ്പൊ എന്ത് വേണം? ഒന്നും വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ പോ. നീ ചുമ്മാ ചൂടാവണോ? ചൂടായില്ലല്ലോ. നീ ചൂടാവണോ ചുമ്മാ? ആ, എനിക്ക് ഇങ്ങനെ സൗകര്യമുള്ളൂ. കാര്യം പറഞ്ഞാ പോ. ഇല്ല, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചുമ്മാ ചൂടാവണോ? ഇതൊന്നും തിരിഞ്ഞു നോക്കണേ. എന്താ ഒരുമാതിരി ഒന്ന്? എന്താ പറ. ഒന്നുമില്ല. പറഞ്ഞോളെ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിപ്പോ എല്ലാ കാര്യം നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ? ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഈ വീട്ടില്. ഇത് കടിച്ചു കീറാൻ വരുന്നല്ലോ. ഇതുപോലെ കടിച്ചു കയറാനാണ് എന്റെ അടുത്ത് എല്ലാരും നിൽക്കുന്നത്. നിന്റെ അടുത്ത് ആരും ഇരിക്കുന്നത്? എന്റെ അണ്ണ അവൾ ആ അമ്പിന് വില്ലിന് അടുക്കണില്ലെന്ന് ചിന്നു. എടാ, നമ്മള് താമസിക്കുന്ന വീടുകളിലാണോ അമ്പും വില്ലും വാങ്ങിച്ചു വെച്ചേക്കുന്നത്? അതണ്ണാ, എന്തിനാന്നറിയാമോ? നമ്മള് കാട്ടില് തേനെടുക്കാൻ പോകുമ്പോഴേ അമ്പ് എയ്തിട്ട്. അണ്ണാ, ഞാൻ ഒരു ഉപമ പറഞ്ഞത്. ഓ, അങ്ങനെ പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, നീ കാര്യമായിട്ട് അവർക്ക് സംസാരിച്ചാ മതി. എന്റെ അച്ഛാ, ഞാൻ അവളത് കാര്യമായിട്ട് എന്നെ പറഞ്ഞത്. അവൾ എന്നെ വെട്ടുകത്തിക്ക് വെട്ടിയില്ലെന്നേ ഉള്ളൂ. അതെ, അവള് അത്രക്കാരിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. അപ്പൊ അണ്ണാ, ഞാൻ അത്രക്കാരനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നീ അത്രക്കാരനാന്നല്ല പറഞ്ഞു. അപ്പൊ എന്റെ വിഷമം എന്താ കാണാത്തത്? അല്ല, നിന്റെ വിഷമം ഞാൻ കാണുന്നുണ്ട്. അവളോട് സൗമ്യമായിട്ട്, അവള് സ്നേഹമുള്ളവളാ. അവിടുത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അത് എത്ര ഇവന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവൂല കേട്ടാ. നിങ്ങൾ എന്തോ കൊണ്ടടിച്ചോണ്ട് പോയി. എടാ, അതൊക്കെ പോട്ടെ. അവിടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. നീ സമാധാനമായിട്ട് ചെന്നിട്ട് കാര്യമായിട്ട് അവിടുത്തെ ചോദിക്കണം, എന്താ മക്കളെ കാര്യം. അണ്ണാ, ചോദിച്ച കാര്യം പറയാത്തോളം മനസ്സിനകത്ത് കയറി ചോദിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. നിന്നോടൊക്കെ എന്തോ ഈ പറയണ്ടേ? അപ്പച്ചി, എനിക്ക് ചെവി കേക്കാം. എന്തോ വേണം? വിശക്കണം വല്ലതാ? അല്ല, ഇത് അപ്പച്ചി ഇതല്ലേ ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തേലും ഉണ്ടോ? തോരനേ ആയിട്ടുള്ളൂ. തോരൻ എങ്ങനെ അപ്പച്ചി രാവിലെ കഴിക്കണേ? അപ്പൊ നിനക്കിപ്പൊ എന്ത് വേണം? എന്തേലും താ. വെച്ചക്കണ? ഓ, എനിക്ക് വന്ന് ഉണ്ടാക്കാത്ത എന്ത്? 2 കൈ ഉണ്ടല്ലോ, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. ഇവിടെ എല്ലാം ഞാൻ ഉരുട്ടി കൊണ്ട് നിനക്ക് തരണോ? സാധാരണ അങ്ങനെയല്ലേ? ഇന്ന് ഞാൻ കുറച്ച് അസാധാരണമായിട്ടിരിക്കുകയാണ്. നീ പോ. ഒന്നെങ്കിൽ നീ ഉണ്ടാക്ക്, അല്ലെങ്കിൽ നീ പോ. ഞാൻ ഫുഡല്ലേ ചോദിച്ചോളൂ, അതിനിങ്ങനെ കടിച്ചു കയറണം എന്തിന്? നീ പോ പിങ്കി. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കലേ. പോ നീ. ഉണ്ടല്ലോ, പോ. മിണ്ടണ്ട. ഇത് എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഒരു മനുഷ്യനടുത്ത് ഇങ്ങനെയൊക്കെയാണ് പെരുമാറണേ. ഞാൻ അങ്ങനെ ചോദിച്ചല്ലേ ഉള്ളൂ. വെറുതെ പറഞ്ഞു കയറി പോവാണ്. ഞാൻ ഒരു കൊച്ചുകുട്ടിയാണെന്നുള്ള ബോധം ഇവിടെ ആർക്കും ഇല്ല. നീ കാര്യം പറ. മാമ, ഞാൻ അടുക്കളയോട്ടെ ഭക്ഷണം ചോദിച്ചു തന്നു. എനിക്ക് ഭക്ഷണം തന്നില്ല. പിന്നെ എന്നെ കുറെ തെറി വിളിച്ചു. അപ്പച്ചി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവളെ തെറി വിളിച്ചെന്ന്? അതെ, എന്തോ മനസ്സിൽ വെച്ച് പെരുമാറണ പോലെ. കണ്ട ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമില്ല. മനസ്സിൽ വെച്ച് പെരുമാറുന്ന അവള് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയടി ഒരു കാരണമില്ല. രാവിലെ നിങ്ങൾക്ക് കിട്ടിയോ? അതല്ലേ ഞാൻ അവിടെ പറഞ്ഞോണ്ടിരുന്നു. അല്ല, അതെന്ന് പറഞ്ഞാലേ അവൾ അത്ര ദേഷ്യക്കാരിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ കള്ളം പറയണതാ? അത് അവള് സാധാരണ സൗമ്യമായിട്ട് എന്റെ അടുത്തൊക്കെ പെരുമാറുന്നത്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏതായാലും ഇവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനേ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. എന്തോ ശാസ്ത്രം? മനഃശാസ്ത്രം കേട്ടോ. നീ ഇത് പിന്നെ ഫ്രോയിഡ് എന്ന് കേട്ടുണ്ടോ? ഫ്രോയിഡ് അല്ല, അതല്ല, അത് ഫോർഡ്. ഇതല്ല, സിഗ്മണ്ട് ഫ്രോയിഡ്. എനിക്കറിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ചാലക്കമ്പോളത്തിൽ ഉള്ളിക്കച്ചവടം നടത്തുന്ന ആളാണ്. അത് കേട്ടിട്ടില്ലേ? സിഗ്മണ്ട് ഫ്രോയിഡ് ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനല്ലേ. പിന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സെന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി, എനിക്കും അറിയാം. എന്താണ് ഈ ചിരിച്ചു കഴിഞ്ഞത്? എനിക്കും അറിയാടി, ഞാൻ മനഃശാസ്ത്രം കുറെ പഠിച്ചിട്ടുള്ള. ഞാൻ ചിന്നുവിന്റെ അടുത്ത് പോയി അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് അതിന്റെ വിവരങ്ങൾ നിങ്ങളെ പറഞ്ഞുതരാം.
അണ്ണാ പോ. അവള് അടുക്കളയിൽ. പിന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്നോടാ? പിങ്കിയോട്. മാമൻ ഈ ചായ പകുതിയെ കുടിച്ചിട്ടുള്ളൂ. ബാക്കി ചായ മാമൻ ഇവിടെ വെക്കുകയാണ്. ഇതെടുത്ത് കുടിച്ചേക്കരുത്. മാമൻ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞിട്ട് ഇവിടെ വരും, എന്നിട്ട് ഇത് കുടിക്കാൻ വെച്ചേക്ക. പറഞ്ഞ കേട്ടല്ലോ. ആ മാമൻ ഇപ്പൊ വരാം. അവിടെ ചെന്ന് കഴിയുമ്പോഴേ എനിക്ക് ചായ കുടിക്കേണ്ടി വരില്ല, കഞ്ഞിവെള്ളം തന്നെ വേണ്ടി വരും.